ഹല 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 വല്ല അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ജിദ്ദയിലെ അബ്ഹർ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനും എൻ്റെ പ്രിയ സുഹൃത്തും മിസ്റ്റർ മമ്മൂട്ടിയെ പോലെ തോന്നിക്കുന്ന മിസ്റ്റർ അലി പാലക്കാടിൻ്റെ മുത്ത്. അങ്ങനെ ഞങ്ങൾ എന്താ അല്ലേ അതിൻ്റെ നൃത്തം കണ്ടില്ലേ, വേറെ ലെവല. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അടുക്കെത്തി. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവിടെ. ചൂണ്ടലുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടു. ചിലർക്ക് മീൻ കിട്ടുന്നുണ്ട്, എന്തൊക്കെ കുറേ കളർ മീനും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മൾ അലി സാഹിബ് കേട്ടോ. അലി പാലക്കാടിലാണ്. പിന്നെന്താ പറയുക, അങ്ങനെ ഞങ്ങൾ ഇതിലൂടെയൊക്കെ നടന്ന് അതുകൊണ്ട് ഐസ്ക്രീം വണ്ടിയ അതുപോലെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നതൊക്കെ കണ്ട് അപ്പോഴാണ് ഒരു എയർ ഏഷ്യൻ്റെ വിമാനം അതാ മുകളിലൂടെ പോകുന്നത് കാണുന്നത്. അപ്പോൾ അതും കണ്ടു. ഒന്നും നോക്കിയില്ല, ഒന്നും മുഖം കഴുകാനൊരു പൂതി, കുറച്ച് ഉപ്പെള്ളം കൂട്ടിക്കണമെന്നില്ല. അങ്ങനെ ഞാനൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി. നല്ല ചൂടാട്ടോ ജിദ്ദയിൽ, അത്യാവശ്യം നല്ല ചൂടാണ്. സമയം ഏകദേശം 10 മണി ആയിട്ടുള്ളൂ, പക്ഷെ എന്തായാലും ചൂട് കൂടുതലാണ്. അവിടെ ഉണ്ട് 2 വയസ്സന്മാർ ഇരുന്ന് കുടൻ്റെ ചോട്ടിലിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ്, ഒരുപാട് ആളുകൾക്ക് ലീവുള്ള ദിവസമാണ്. അപ്പോൾ അതുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. തൊട്ടപ്പുറത്തുണ്ട് ബോട്ട്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യാം. നല്ല രസമുള്ളൊരു കാലാവസ്ഥ. എന്നാൽ ചൂടാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുമുണ്ട്. അപ്പോഴാണ് അതുവഴി നല്ലൊരു അടിപൊളി കളർ മീൻ പോകുന്നത് ഞാൻ അലിക്ക് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ പിന്നെ നമുക്ക് അതിലൊന്ന് കുളിക്കണം എന്നുള്ളൊരു ആഗ്രഹം. തുണിയും കുപ്പായൊക്കെ കഴിച്ചിട്ടാണ്ടേ ഇറങ്ങിയാലോ എന്നുള്ളൊരു തോന്നൽ. വേഗം തുണിയും കുപ്പായ വെച്ചിട്ട് നേരെ ബീച്ചിലോട്ട് ഇനി ഒന്ന് അർമാദിക്കാം. അല്ലാതെ എന്തല്ലേ, ബീച്ചിൽ പോയാൽ കുളിക്കണം, ഉപ്പുള്ളത്തിലൊന്ന് കുളിച്ച് കുറച്ച് വെള്ളം കുടിച്ച് പോരുക അല്ലാതെ. ആഹാ ഓഹോ വല്ലാത്ത ജാതി. അങ്ങനെ അതിലൊക്കെ കുറച്ച് നേരം തുള്ളിച്ചാടി, കുറച്ച് നേരമൊക്കെ നീന്തി, ഒരു അരമണിക്കൂർ അവിടെ ചിലവഴിച്ചു. അങ്ങനെ വീണ്ടും കരയിലോട്ട് കയറുന്നതാണ്. അങ്ങനെ നമ്മളൊരു പ്രിയ സുഹൃത്ത് സിദ്ദീഖ് ഭായ് ഉണ്ടായിരുന്നു, മൂപ്പരെ കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. നല്ലൊരു ഷവായ. ബൈ ബൈ, സി യു. എല്ലാവർക്കും